everyone, once again welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് സ്റ്റിൽ ലവ് ഉണ്ടായിട്ടും റിലേഷൻഷിപ്പ് ഫെയിൽ ആയി പോകുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ട് അല്ലെ. നമ്മൾ വിചാരിക്കും അവർ തമ്മിൽ നല്ല ടേംസിലായിരുന്നല്ലോ, അല്ലെങ്കിൽ അവർ തമ്മിൽ നല്ല സ്നേഹത്തിലായിരുന്നല്ലോ, എന്നിട്ടും എന്തേ ആ റിലേഷൻഷിപ്പ് ഫെയിൽ ആയി പോയത്, അല്ലെങ്കിൽ അവരെന്തേ പിരിഞ്ഞു പോയത് എന്നൊക്കെ. അതിനർത്ഥം അവർക്കിടയിൽ ലവ് ഇല്ല എന്നുള്ളതല്ല, പക്ഷെ റിലേഷൻഷിപ്പ് വർക്കൗട്ട് ആക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന മറ്റു പല കാര്യങ്ങളുണ്ടായിരിക്കും, അതൊക്കെ എവിടേക്കോ നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ്. സോ സ്നേഹം ഉണ്ടായിട്ടും കാര്യമില്ല, ചില കാര്യങ്ങൾ ലൈഫിൽ ഇല്ല എന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പ് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു ഹെൽത്തി വേയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം. അതിലൊന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യമാണ് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സംസാരം കുറയുന്ന സമയത്ത്, അല്ലെങ്കിൽ സംസാരം പതിയെ ഇല്ലാതാവുന്ന സമയത്ത് റിലേഷൻഷിപ്പും ഫെയ്ഡായി തുടങ്ങും. അതെന്തുകൊണ്ടാണെന്നറിയോ? ഒരു ചെറിയ സിറ്റുവേഷൻ പറയാം. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ എപ്പോഴും പാർട്ട്ണറെ കുറ്റപ്പെടുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ എപ്പോഴും വിമർശിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നു എന്ന് വിചാരിക്കുക. അതായത് അവരോടൊരു നല്ല വാക്കൊന്നും പറയുന്നില്ല, എപ്പോഴും എന്തിനും കുറ്റം മാത്രം പറയുന്നുണ്ടെങ്കിൽ പതിയെ അവർ സൈലന്റ് ആയി തുടങ്ങും. ഈ രണ്ടാമത്തെ ഒരു കേസ്, അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ടായിരിക്കും, പക്ഷെ എങ്ങനെ പറയണം എന്നുള്ളത് അവർക്ക് അറിയുന്നുണ്ടായിരിക്കില്ല. ചിലപ്പോൾ അവർ പറയാൻ തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ പ്രോപ്പറായിട്ട് കേൾക്കുന്നില്ല, അല്ലെങ്കിൽ അവരെ കംപ്ലീറ്റ് ആയിട്ട് ഇഗ്നോർ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അതായത് അവരുടെ ഇമോഷണൽ സൈഡ് നിങ്ങൾ ഒട്ടും പരിഗണിക്കുന്നില്ല. അവരൊരു കാര്യം സംസാരിക്കാൻ വേണ്ടി തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ ബിസി ആയിക്കൊണ്ട്, അല്ലെങ്കിൽ പിന്നീട് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞ് അതിൽ നിന്നും വഴി മാറി പോകുന്നു. പിന്നീട് അതിനെക്കുറിച്ച് ഒരു സംസാരമില്ല, അവരോട് വീണ്ടും അതിനെക്കുറിച്ച് ചോദിക്കുന്നില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ലൈഫിൽ നടന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് അവർക്ക് തോന്നും ഞാൻ ഒട്ടും ശ്രദ്ധിക്കപ്പെടുന്നില്ല, എന്നെ ഒട്ടും കേൾക്കുന്നില്ല എന്നുള്ളത്. അങ്ങനെ ആവുന്ന സിറ്റുവേഷൻസിലാണ് പല ആളുകളും സൈലന്റ് ആയി മാറുന്നത്. സൈലന്റ് ആയി അവർക്ക് ആഗ്രഹം ഉണ്ടായിട്ടല്ല, പക്ഷെ അങ്ങ് സൈലന്റ് ആയി പോകുന്നതാണ്. ഇങ്ങനെ ഉണ്ടാവുന്ന സിറ്റുവേഷനിൽ ലവ് ഉണ്ടായിട്ടും കാര്യമല്ല, ആ റിലേഷൻഷിപ്പ് പതിയെ ഇല്ലാണ്ടാകും. സോ പരസ്പരം സ്നേഹം ഉണ്ടായിട്ടും റിലേഷൻഷിപ്പ് ഫെയിൽ ആകുന്നതിന്റെ ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് ഈ രീതിയിൽ കമ്മ്യൂണിക്കേഷൻ ഇല്ലാതായി പോകുന്നു എന്നുള്ളതാണ്. ഇനി സെക്കൻഡ് പോയിന്റ് നോക്കുന്നതിന് മുൻപായി, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഏതെങ്കിലും രീതിയിലുള്ള ഇഷ്യൂസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു പ്രോപ്പർ സൊല്യൂഷൻ വേണം, ആ റിലേഷൻഷിപ്പ് ഇഷ്യൂ സോൾവ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സപ്പോർട്ടിന് വേണ്ടി നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. സോ ആവശ്യമുള്ള ആളുകൾ കോൺടാക്ട് ചെയ്യാം. ഇനി രണ്ടാമത്തെ ഒരു റീസൺ ആണ് റെസ്പെക്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, പരസ്പരം റെസ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ. റെസ്പെക്ട് ഇല്ലാത്ത റിലേഷൻഷിപ്പിന് ആയുസ് വളരെയധികം കുറവാണ്. അവിടെ സ്നേഹം ഉണ്ടായിട്ടും കാര്യമില്ല. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിന്റെ മുമ്പിൽ വെച്ചോ, അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ മുമ്പിൽ വെച്ചൊക്കെ പാർട്ട്ണറെ കുറിച്ച് മോശം പറയുക, അല്ലെങ്കിൽ അവരെ ഇൻസൾട്ട് ചെയ്യുക, എന്നിട്ട് അത് ഞാൻ ഒരു സർക്കാസമാണ് ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ ഞാൻ വളരെ തമാശ ചെയ്തതാണ്, അല്ലെങ്കിൽ എല്ലാവരും എൻജോയ് ചെയ്യല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു ജോക്ക് പറഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞ് അതിനെ ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇത് ഒന്നോ രണ്ടോ തവണയല്ല കേട്ടോ, എപ്പോഴും നിങ്ങൾ ഇങ്ങനെ അവരെ ഡിസ്റെസ്പെക്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കംപ്ലീറ്റ്ലി ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ടാണ് അവരെ ട്രീറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ സ്നേഹം ഉണ്ടായിട്ടും കാര്യമില്ല, കാരണം അവരുടെ ആ ഒരു സെൽഫ് വർത്ത് വല്ലാണ്ട് അങ്ങ് നിങ്ങൾ ഇടിച്ചു താഴ്ത്തിയിട്ടാണ് സംസാരിക്കുന്നത് എന്നുള്ളത് ക്ലിയർ ആയിട്ട് അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. അവർ ആ റിലേഷൻഷിപ്പിൽ വീണ്ടും നിലനിൽക്കാൻ ആഗ്രഹിക്കില്ല. സോ പാർട്ട്ണറെ റെസ്പെക്ട് ചെയ്യുന്നില്ല, കംപ്ലീറ്റ് ആയിട്ട് എപ്പോഴും എല്ലാ ആളുകളുടെ മുമ്പിൽ വെച്ചും ഡിസ്റെസ്പെക്റ്റോട് കൂടിയിട്ടാണ് അവരെ നോക്കിക്കാണുന്നത്, ട്രീറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതാണ് രണ്ടാമത്തെ ഒരു റീസൺ സ്നേഹം ഉണ്ടായിട്ടും റിലേഷൻഷിപ്പ് ഫെയിൽ ആയി പോകുന്നതിന്റെ. ഇനി മൂന്നാമത്തെ ഒരു ക്ലിയർ ആയിട്ടുള്ള റീസൺ ആണ് ഡിഫറെന്റ് ആയിട്ടുള്ള വാല്യൂസ്, അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ലൈഫ് ഗോൾസ്. ഇത് രണ്ടും ഒരുമിച്ച് വന്നെന്ന് വിചാരിക്കുക. അതായത് രണ്ട് വ്യക്തികളുടെയും വാല്യൂസും ചിന്താഗതികളും അവരുടെ ലൈഫ് ഗോൾസും എല്ലാം ഡിഫറെന്റ് ആണ്, എക്സ്ട്രീംലി രണ്ട് ദിശയിലാണ് കിടക്കുന്നത് എന്ന് വിചാരിക്കുക. അങ്ങനെയാവുന്ന സമയത്ത് അവർക്ക് പ്രോപ്പർ ആയിട്ട് ഒരു ടുഗെദർ ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ കാണാൻ സാധിക്കില്ല. ഒരു ഉദാഹരണം പറയാം. രണ്ടുപേരും റിലേഷൻഷിപ്പിലാണ്, പരസ്പരം സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ ഒരു വ്യക്തിക്ക് കല്യാണം കഴിക്കണം അങ്ങനെയുള്ള ഒരു ആഗ്രഹവും ഇല്ല, അങ്ങനെയുള്ള ഒരു തീരുമാനവും ഇല്ല. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്കാണെങ്കിൽ മാരേജ് ചെയ്യണം അങ്ങനെയാണെന്ന് വിചാരിക്കുക. അവരുടെ വാല്യൂസ് തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. ഒരു വ്യക്തിക്ക് മാരേജിലൊന്നും താല്പര്യമില്ല, ഇൻട്രസ്റ്റും ഇല്ല, അങ്ങനെ ഒരു കോൺസെപ്റ്റിൽ വിശ്വാസമല്ല. ഒരു വ്യക്തിക്കാണെങ്കിൽ അതിലെല്ലാം വിശ്വസിക്കുന്നുണ്ട്. ഇനി ഒരു വ്യക്തിക്ക് നാട്ടില് ഫാമിലിയുടെ കൂടെ സെറ്റിൽഡ് ആവാനാണ് ആഗ്രഹം, ഒരു വ്യക്തിക്കാണെങ്കിൽ അബ്രോഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. ഇങ്ങനെയാവുന്ന സമയത്ത് അവരുടെ ഗോൾസ് തമ്മിൽ ഒരുപാട് ഡിഫറൻസ് വരികയാണ്. സോ ഇവരിൽ ഉറച്ചു നിൽക്കുകയാണ്. ഈ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഗോൾസ്, വാല്യൂസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇവർ ഉറച്ചു നിൽക്കുന്നുണ്ട്. ആൻഡ് അത് എക്സ്ട്രീംലി ഡിഫറെന്റ് ആണെന്ന് വിചാരിക്കുക. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയിൽ നിന്നും നേരെ എഗെയിൻസ്റ്റ് ആണ്. അങ്ങനെയാവുന്ന സമയത്ത് അവർക്ക് പ്രോപ്പർ ആയിട്ട് ഒരുമിച്ചുള്ള ഒരു ഫ്യൂച്ചർ അത്ര ഈസി ആയിട്ട് കാണാൻ സാധിക്കില്ല. ഈ ഒരു കാര്യം കൊണ്ടും പരസ്പരം സ്നേഹം ഉണ്ടായാലും പലപ്പോഴും റിലേഷൻഷിപ്പ് ഫെയിൽ ആയി പോവാറുണ്ട്. നെക്സ്റ്റ് വൺ,
എന്തെങ്കിലും ഒരു കാര്യം കൊണ്ട് ട്രസ്റ്റ് ബ്രേക്ക് ആയി, പക്ഷെ ആ ഒരു ട്രസ്റ്റ് വീണ്ടും റീബിൽഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അത് ഗെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള യാതൊരു എഫേർട്ടും എടുത്തില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിലും റിലേഷൻഷിപ്പ് ഫെയിലിയർ ആകും. കാരണം എന്തെങ്കിലും ഒരു കാര്യം കൊണ്ട് ട്രസ്റ്റ് ബ്രേക്ക് ആയി, സ്വാഭാവികമായിട്ടും അവിടെ എഫേർട്ട് എടുക്കേണ്ടതായിട്ട് വരും. ആ ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ വിശ്വാസം നമുക്ക് വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു സോറി എന്ന് പറയുന്ന ഒരു വാക്കിലൂടെ നമുക്കത് വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കില്ല. അവിടെ എഫേർട്ട് എടുക്കേണ്ടതായിട്ട് വരും. ചിലപ്പോൾ ബിഹേവിയറിൽ അല്ലെങ്കിൽ എന്താണോ അവിടെ മിസ്റ്റേക്ക് സംഭവിച്ചത് ആ കാര്യം വീണ്ടും ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കാര്യം പിന്നീട് ഉണ്ടാകില്ല എന്നുള്ള ഒരു ഉറപ്പ് നമ്മുടെ ആക്ഷൻസിലൂടെ അവരിലേക്ക് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതായിട്ടൊക്കെ വരും. സോ അങ്ങനെയുള്ള ഒരു എഫേർട്ട് നമ്മുടെ ഭാഗത്തൊന്നും വന്നില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിലും പലപ്പോഴും സ്നേഹം ഉണ്ടായാലും ആ ഒരു വിശ്വാസം വീണ്ടെടുക്കാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ സാധിച്ചില്ല എന്നുള്ളൊരു കാരണം കൊണ്ട് റിലേഷൻഷിപ്പ് ഫെയിൽ ആകും. ആൻഡ് ഫൈനലി ഈഗോ എന്ന് പറയുന്ന ഒരു കാര്യം വല്ലാണ്ടങ്ങ് വളർന്ന്, അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് സേവ് ചെയ്യാൻ മറന്നു പോകുന്ന രീതിയിൽ നമ്മുടെ ഈഗോ വല്ലാണ്ട് അങ്ങ് വളരുന്ന സമയത്തും റിലേഷൻഷിപ്പ് ഫെയിലായി പോകും. അവൻ ആദ്യം മിണ്ടട്ടെ, അല്ലെങ്കിൽ അവൾ ആദ്യം മിണ്ടട്ടെ, അല്ലെങ്കിൽ അവർ എന്നോട് വന്ന് സംസാരിക്കട്ടെ, അപ്പോൾ സംസാരിക്കാം. ഇങ്ങനെ എപ്പോഴും ഈഗോ ആണ് നമ്മളെ ലീഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പ് സേവ് ചെയ്യാൻ നമ്മൾ മറന്നു പോകുന്നു എന്നുള്ളതാണ്. അങ്ങനെയാവുന്ന സമയത്ത് റിലേഷൻഷിപ്പ് ഫെയിലായി പോകും. സ്നേഹം ഉണ്ടായിട്ടും കാര്യം ഉണ്ടായിരിക്കില്ല, ഈഗോ സമ്മതിക്കില്ല. റിലേഷൻഷിപ്പ് സേവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ മറന്നു പോകും. സോ സ്നേഹം ഉണ്ടായിട്ടും റിലേഷൻഷിപ്പ് ഫെയിൽ ആയി പോകുന്നുണ്ടെങ്കിൽ അതിന് പുറകിൽ ഇങ്ങനെയും കുറച്ച് റീസൺസ് ഉണ്ട്. ആൻഡ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ, പുതിയ വീഡിയോസ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എനിവേസ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്